നമസ്കാരം. റായ്പൂരിൽ ഇന്ന് നടന്നത് ശരിക്കും പറഞ്ഞ ഒരു പീഡനമാണ്. അതായത് ടോട്ടൽ ഹ്യൂമിലിയേഷൻ ഓഫ് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീം. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവരെ അടിച്ചൊതുക്കി കളഞ്ഞ ഇന്ത്യൻ ടീം. ജസ്പ്രീത് ബുംറ ഇല്ല, അഭിഷേക് ശർമ്മ ആദ്യം തന്നെ ഔട്ടായി, അക്സർ പട്ടേൽ ഇല്ല. ഇങ്ങനെ കളിക്കുന്ന ഒരു ടീം പെട്ടെന്ന് തന്നെ 2 വിക്കറ്റ് സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് ഇന്ത്യ 16ാമത്തെ ഓവറിലാണ് 208 എന്ന് പറഞ്ഞ സ്കോർ അടിച്ച് ജയിച്ചത്. 16ാമത്തെ ഓവറിൽ 15 ഓവറിൽ അടിച്ച് ജയിക്കേണ്ടതായിരുന്നു. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഫീൽഡേഴ്സിനോ ബോളേഴ്സിനോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ കിളി പറന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ, അതായത് സ്റ്റക്കായിപ്പോയി. അവസാനം ക്യാച്ച് എടുക്കാൻ പറ്റുന്നില്ല, ബോൾ പിടിക്കാൻ പറ്റുന്നില്ല, ബോൾ എറിയുന്നത് വീഴുന്നില്ല. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവൻ അടിച്ചൊതുക്കി കളഞ്ഞു. ന്യൂസിലൻഡിന് ഒരു എന്താ പറയുന്നത്, ഒരു പീഡനം, ശരിക്കും പറഞ്ഞ പീഡനം തന്നെയാണ്. അതായത് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഹ്യൂമിലിയേഷൻ. ഒന്നും ചെയ്യാൻ പറ്റാതെ മാനസികമായിട്ട് ഡ്രെയിനാക്കി കളഞ്ഞവരെ അതുപോലെ അടി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഡൈനാമോയുടെ അടിയാണ് ഇഷാൻ കിഷൻ അടിച്ചത്. പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, എന്നാ അടിച്ചത്. ഒരു പുള്ളൊക്കെ അടിച്ചതുണ്ടല്ലോ, ഫ്ലാറ്റ് 6. അതുപോലെ ഓൾ ഓവർ ദ ഗ്രൗണ്ട് പുള്ളി ഷോട്ട്സ് കളിച്ചു. എക്സ്ട്രാ ഓർഡിനറി ബാറ്റിംഗ്. ഇതിനകത്ത് ഈ കളി തോറ്റതിൽ ഏറ്റവും വലിയ ഇത് കൊടുക്കേണ്ടത് ന്യൂസിലൻഡ് ക്യാപ്റ്റനാണ്. കാരണം ആദ്യത്തെ 2 ഓവർ ന്യൂസിലൻഡ് ബോൾ ചെയ്തപ്പോഴാണ് ഇന്ത്യ സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ഓവർ 2 വിക്കറ്റ് ഇന്ത്യയുടെ നഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് ബോൾ ചെയ്ത് 2 മാറ്റ് ഹെൻറി എറിഞ്ഞു, 2ാമത്തെ ഓവർ ഡെഫി എറിഞ്ഞു. 3ാമത്തെ ഓവർ കൊണ്ട് സാക് ഫോക്സിന് കൊടുത്തിരിക്കുകയാണ് ന്യൂസിലൻഡിൻ്റെ ക്യാപ്റ്റൻ. അടിച്ച് നാമാവശേഷമാക്കി. മാറ്റ് ഹെൻറി ഫസ്റ്റ് ഓവർ അടിപൊളിയായിട്ട് എറിഞ്ഞാണ്. അതായത് ഒരു വിക്കറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ട്രബിൾ ചെയ്യിക്കുന്ന രീതിയിൽ ബോൾ ചെയ്തിട്ട് 3ാമത്തെ ഓവർ പെട്ടെന്ന് മാറ്റി. അതും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു യങ്സ്റ്റർ, 23 വയസ്സുള്ള ഒരു യങ്സ്റ്റർ, കഴിഞ്ഞ കളി കളിച്ചില്ല, ഇപ്പോൾ കളിക്കാൻ കൊണ്ട് വരുന്നതേ ഉള്ളൂ. ആ പയ്യനെ ഈ ഒരു അവസരത്തിൽ 3ാമത്തെ ഓവർ കൊടുത്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിപ്പോയി. അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ട് ഒരു ഓവറായിരുന്നു ഹർഷിത് റാണ എറിഞ്ഞ ന്യൂസിലൻഡ് ബാറ്റ് ചെയ്തപ്പോൾ. ഫസ്റ്റ് 2 ഓവർ ഇതേപോലെ തന്നെ ന്യൂസിലൻഡ് ബാറ്റ് ചെയ്തപ്പോൾ അവർക്ക് അനുകൂലമായിരുന്നു. ഫസ്റ്റ് ഓവർ നമ്മുടെ കോൺവേ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. 2ാമത്തെ ഓവറിൽ അവർ നല്ല രീതിയിൽ റണ്ണടിച്ചു. എന്നിട്ട് 4ാമത്തെ ഓവർ ആണ് ഹർഷിത് റാണ വരുന്നത്. ആദ്യത്തെ 3 ഓവർ നല്ല രീതിയിൽ ന്യൂസിലൻഡ് ബാറ്റ് ചെയ്തു. 4ാമത്തെ ഓവർ ഹർഷിത് റാണ വന്നിട്ട് ഒരു മെയ്ഡൻ വിക്കറ്റ് ഓവറാണ് അറിയുന്നത്. മെയ്ഡൻ വിക്കറ്റ് ഓവർ T20 ഒരു രക്ഷയില്ലാത്ത ഓവറായിരുന്നു. അതും ഒരു വഴിത്തിരിവായി. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡ് ഒരു 230 മേളിൽ സ്കോർ ചെയ്യേണ്ട ഒരു കളിയാണ് അവർക്ക് കിട്ടിയൊരു തുടക്കം വെച്ച്. പക്ഷേ ഇന്ത്യ അവരെ അവിടെയും പിടിച്ചു. ഇന്ത്യ ബോളിങ്ങിലും മോശമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നല്ല രീതിയിൽ പിടിച്ചു. ന്യൂസിലൻഡിനെ ശരിക്കും രച്ചിൻ രവീന്ദ്രൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് അവർക്ക് താഴേക്ക് വരുന്ന ബാറ്റ്സ്മാർക്ക് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. പിന്നീട് അവരെ പ്രതിരോധത്തിലേക്കാക്കി. പ്രത്യേകിച്ചും കുൽദീപ് യാദവ് 35 റൺസ് കൊടുത്തുള്ളൂ, വരുൺ ചക്രവർത്തി 35 റൺസേ കൊടുത്തുള്ളൂ. കുൽദീപ് യാദവ് 2 വിക്കറ്റ് ഇട്ടു, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ് ഇട്ടു. പക്ഷെ അവരുടെ ആ മിഡിൽ ഓവേഴ്സ്, അതുപോലെ ഹർദിക് പാണ്ഡ്യ സൂപ്പറായിട്ട്, ഇവരൊന്നും ഫുൾ കോട്ട എറിഞ്ഞതുമില്ല. ഹർദിക് പാണ്ഡ്യ അടിപൊളിയായിട്ട് എറിഞ്ഞു. ഫസ്റ്റ് ഓവർ സൂപ്പറായിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ. അതുപോലെ തന്നെ നമ്മുടെ ശിവൻ ദൂബെ 1 ഓവർ എറിഞ്ഞുള്ളൂ. ശിവൻ ദൂബയ്ക്കും 1 വിക്കറ്റും കിട്ടി, അധികം അടി കിട്ടിയില്ല. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൂപ്പറായിരുന്നു. ഫീൽഡിങ്ങും അടിപൊളിയായിരുന്നു. ഒന്നും പറയണ്ട. ബാറ്റിംഗ് കാര്യം പിന്നെ പറയണ്ട. ആൻഡ് സൂര്യകുമാർ യാദവ്, ദ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഈസ് ബാക്ക്. എന്താ അടിച്ചത്? 82 റൺസ്, 37 ബോൾ. ആദ്യം സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്തപ്പോൾ 11 ബോളിൽ 11 ആയിരുന്നു. ആ 11 ബോളിൽ 11 നിന്ന് അവിടെ നിന്നാണ് 37 ബോളിൽ 82 റൺ അടിച്ചത്. എന്താ ഷോട്ട്സ്, കവർ ഡ്രൈവ്. ഞാൻ കഴിഞ്ഞ കളിയിലും ശ്രദ്ധിച്ചിട്ടാണ് സൂര്യകുമാർ യാദവ് സ്ഥിരമായിട്ട് ഔട്ടാക്കി പോയിക്കൊണ്ടിരുന്ന ഈ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കളിക്കാൻ തുടങ്ങി, ഓഫ് സൈഡിലേക്ക് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കളി മാറി. കറക്റ്റായിട്ട് ഈ ഇവിടെയൊക്കെ കളിക്കേണ്ട ബോൾ അങ്ങോട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഡ്രൈവ്സ്, കവർ ഡ്രൈവ്സ്, കട്ട് എന്ന് വേണ്ട സീപ്പ് എല്ലാം കളിക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ്. കറക്റ്റ് ടൈമിലേക്കാണ് ഫോമിലേക്ക് വരുന്നത് സൂര്യകുമാർ യാദവ്. വേൾഡ് കപ്പ് പഠിക്കൽ വന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലെ പണ്ട് സൂര്യകുമാർ യാദവിനെ നമ്മൾ വിമർശിച്ചിട്ടില്ല, പലരെയും ഈ ഫോമോ ടൈപ്പ് വിമർശിച്ചപ്പോഴും. അപ്പോൾ സൂര്യകുമാർ യാദവിനെയാണ് ആദ്യം എടുത്ത് കളയേണ്ടതെന്ന് പറഞ്ഞ പലരുണ്ട്. പക്ഷേ ഈസ് എ ക്വാളിറ്റി പ്ലെയർ. അതായത് പുള്ളി നമ്പർ 1 T20 ബാറ്ററായിട്ടിരുന്നത് വെറുതെ അല്ല. അപ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം പുള്ളി തിരിച്ച് ഫോമിലേക്ക് വരാൻ. അത് കറക്റ്റായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. സൂര്യകുമാർ യാദവിനെ പോലുള്ള പ്ലേയേഴ്സിനൊന്നും നമ്മൾ ആ രീതിയിൽ വിമർശിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും സൂര്യകുമാർ യാദവ് കറക്റ്റ് സമയത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇഷാൻ കിഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. കുറ്റം പറയരുതല്ലോ. സഞ്ജു സാംസണൊക്കെ ഇഷാൻ കിഷനെയൊക്കെ നോക്കി പഠിക്കും. ഇതിനു മുമ്പും ഇഷാൻ കിഷൻ ഇതുപോലെ അവസരങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശുമായിട്ടുള്ള 100, അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ മാച്ചിൽ അടിച്ച് ജയിപ്പിച്ചത്. അങ്ങനെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇഷാൻ കിഷൻ അടിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൻ്റെ കാര്യം പരിങ്ങലിലാണെന്ന് വെച്ചാൽ സഞ്ജു സാംസൻ്റെ സ്ഥാനം തെറിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ
റെസ്പോൺസിബിളായിട്ട് കഴിഞ്ഞ കളിയിലും ഏകദേശം ഇതേപോലെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡിസ്മിസലായിരുന്നു. ഈ കളിയിലും അതുപോലെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ബോൾ 6 ആയി, അത് ജസ്റ്റ് ഒരു ക്യാച്ച് ഡ്രോപ്പ് പോലുള്ള ഒരു അവസരം കിട്ടിയിട്ട് അതിൻ്റെ അടുത്ത ബോൾ അടിച്ച് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഅക്സെപ്റ്റബിൾ ആണ്. കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കണം, സ്വന്തം കാര്യം നോക്കണം. ഇനി 5 കളികളുടെ സീരീസിൽ ഒരു 3 കളിയെങ്കിലും ഒരു 30 റൺസിന് മേളിൽ ഡീസൻ്റ് ആയിട്ടുള്ള റൺസ് അടിക്കണം. ബാക്കി എല്ലാവരും ചുറ്റും പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് സഞ്ജുവിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്തിട്ടുള്ള കാര്യം സഞ്ജു മനസ്സിലാക്കണം. സഞ്ജുവിനെ പറ്റി നമുക്ക് എന്തായാലും അവസാനം സംസാരിക്കാം. ന്യൂസിലൻഡിൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാർണർ 47 റൺസ് അടിച്ചു 27 ബോളിൽ. അതുപോലെ തന്നെ അവസാനം വന്നിട്ട് സാക് ഫോക്സ് ഒരു 8 ബോൾ 15 റൺസ് അടിച്ചു, അതും നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. രച്ചിൻ രവീന്ദ്ര 44-26 ബോളിൽ. ഗ്ലെൻ ഫിലിപ്പും അതുപോലെ ഡാരി മിച്ചലും വലിയ രീതിയിൽ ഫോമായില്ല, 19-18 റൺസ് എടുത്ത് അവർ ഔട്ടായി. 208 എന്ന് പറയുന്ന ഒരു 230 മേളിലേക്ക് അടിക്കേണ്ട ഒരു സ്കോറിനെ ഇന്ത്യ പിടിച്ചു കെട്ടി ആ ഒരു 208 കൊണ്ടെത്തിച്ചു. തിരിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോഴത്തേക്കും അഭിഷേക് ശർമ്മ നഷ്ടപ്പെട്ടു, സഞ്ജു സാംസനെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇഷാൻ കിഷൻ്റെ 76 വെറും 32 ബോളിൽ. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ സഞ്ജു സാംസൺ തന്നെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന 3 മാച്ചിൽ സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. വീണ്ടും സഞ്ജു സാംസണിലേക്ക് അറിയാതെ വന്നു പോവാണ്, വിഷമം കൊണ്ടാണ്. പേടിച്ചിരുന്നത് എന്താണോ അത് സംഭവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞു ഇഷാൻ കിഷൻ ഔട്ടായപ്പോഴത്തെ ഒരു ആശ്വാസമായിരുന്നു. അത് ഇഷാൻ കിഷനോടുള്ള ഒരു വെറുപ്പോ ഇഷാൻ കിഷൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ല, നമ്മുടെ ചെക്കൻ ഇത് കാരണം ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ഈ സെലക്ടേഴ്സിന് വേറെ എങ്ങോട്ടേലും മാറി നോക്കാനായിട്ട്. സോ മിഡിൽ ഓർഡറിൽ കളിച്ചിട്ട് തിരിച്ച് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ട് അധികം ആയിട്ടില്ല എന്നുള്ളതൊക്കെ വാസ്തവം. പക്ഷെ അതിനൊന്നുള്ള സ്കോപ്പും ഗ്യാപ്പും ഒന്നും ഇല്ല ഇന്ത്യൻ ടീമിൽ. ഇത്രയും ടാലൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീം പഴയ ഓസ്ട്രേലിയയുടെ പ്രതാപകാലത്തുള്ള ഒരു ടീമിനെ പോലെയാണ്. ഹ്യൂമിലിയേറ്റ് ചെയ്യിക്കുകയാണ് ടീമുകളെ, എതിർ ടീമുകളെ. ഇന്ന് ന്യൂസിലൻഡിനെ അതുപോലെയാണ് ഹ്യൂമിലിയേറ്റ് ചെയ്യിപ്പിച്ചത്. അതായത് എതിർ ടീമുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം സാർണർ വരെ ക്യാച്ച് വിട്ടു. ഏറ്റവും ഒരു മെച്യൂരിറ്റി ഉള്ളൊരു ക്രിക്കറ്ററാണ് സാർണർ വരെ ക്യാച്ച് വിട്ടു. ആ പയ്യനെ സാക് ഫോക്സിനെ അടിച്ച് റൊട്ടിയാക്കി. അതിനുശേഷം ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, സാക് ഫോക്സിന് പിന്നീട് അവസാനം കൊണ്ടുവന്നിട്ട് മിച്ചൽ സാർണർ ഓവർ കൊടുത്തു. ഇത്രയും അടി കിട്ടിയിട്ട് ഒരു ഓവറും കൂടെ കൊടുത്തു. അത് പുള്ളിക്കൊരു ഇൻസ്പിറേഷനാണ്. ഈ കളി ഇപ്പോൾ ന്യൂസിലൻഡ് എന്തായാലും തോക്കും, പക്ഷേ ആ ഒരു യങ്സ്റ്ററിന്, ഇത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു യങ്സ്റ്ററിന് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു സൈനാണ്, അല്ലെങ്കിൽ ഒരു ജസ്റ്ററാണ് ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും പുള്ളിക്ക് ഓവർ കൊടുത്തത്. എന്നിട്ട് എന്താ, സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ് എടുത്ത് നല്ലതായിട്ട് 2 ബോൾ എറിഞ്ഞു. സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് കിട്ടി, അത് സാർണർ തന്നെ മിസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ന്യൂസിലൻഡ് എത്ര ക്യാച്ചുകളാണ് ന്യൂസിലൻഡ് പ്ലേയേഴ്സ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര ക്യാച്ച്. എന്തായാലും ഇന്ത്യൻ ടീം പഴയ ഓസ്ട്രേലിയൻ ടീമിനെ പോലെ ഇങ്ങനെ ഭീകരന്മാരായിട്ട് നിൽക്കുകയാണ് മറ്റു ടീമുകളുടെ മുമ്പിൽ. ഒരു കീറ മുട്ടിയായിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ ടീം. ഒരു രീതിയിൽ ഒരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. ബോളിംഗ് ആയാലും ശരി, ബാറ്റിംഗ് ആയാലും ശരി. 11 പേരും മാച്ച് വിന്നേഴ്സാണ്, 11 പേരും. അതിനകത്ത് സഞ്ജു സാംസനെ ചേർക്കാമെന്ന് എനിക്കറിയില്ല. അതിനകത്ത് സഞ്ജു സാംസണും പെടുമോ എന്നുള്ളത് സഞ്ജു സാംസൺ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി വരുന്ന 3 മാച്ചുകളിൽ തീർച്ചയായിട്ടും തീരുമാനിക്കേണ്ട കാര്യമാണ്. നിരാശപ്പെടുത്താൻ പറ്റില്ല. കാരണം സഞ്ജു സാംസൺ പെർഫോം ചെയ്തേ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. 11 പേരും മാച്ച് വിന്നേഴ്സാണ് ഇന്ത്യൻ ടീമിൽ. ബോളേഴ്സ് ആയാലും ബാറ്റ്സ്മാൻമാരായാലും. ഈ ടീം വേൾഡ് കപ്പിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ 2023 50 ഓവർ വേൾഡ് കപ്പിൽ ഇന്ത്യ ഇതുപോലെയായിരുന്നു. അജയ്യരായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു ടീമായിട്ട്, അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് ചെന്നിട്ട് ഫൈനലിൽ പോയിട്ട് ഓസ്ട്രേലിയയായിട്ട് തോറ്റ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് എനിക്കിപ്പോൾ ഈ ഒരു ടീമിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇത്രയും പെർഫെക്റ്റായിട്ട് പോകുന്നൊരു ടീം എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട്. വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തേക്ക്, ഒരു സെമി ഫൈനലിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്ര പെർഫെക്റ്റാണ്, ആരും കണ്ണു വെച്ച് പോകുന്ന രീതിയിലുള്ള പെർഫെക്റ്റായിട്ടാണ് ഇന്ത്യൻ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡിന് തിരിച്ചു വന്നേ പറ്റൂ. ഐ വാണ്ട് ന്യൂസിലൻഡ് ടു ബി ബാക്ക്. അടുത്ത കളിയിലെങ്കിലും ന്യൂസിലൻഡ് തിരിച്ചു വന്ന് ഇന്ത്യ ഒരു കളി തോൽപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 1 സൈഡഡ് ആയിപ്പോവും. ഈ കളി ന്യൂസിലൻഡ് ജയിച്ച് ഒരു 1 സൈഡർ അല്ലാതെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു നിലം തൊടിച്ചില്ല ന്യൂസിലൻഡിനെ. അടുത്ത കളിയിലെങ്കിലും ന്യൂസിലൻഡ് വന്നിട്ട് ഇന്ത്യക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സഞ്ജു സാംസൻ്റെ ഇനി കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഭയങ്കര നിരാശയുണ്ട്. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല. ടെൻഷൻ നമുക്കാണ് ഇവൻ ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അതായത് പണ്ട് സച്ചിനൊക്കെ കളിക്കുമ്പോൾ ഉള്ള പോലെ. എന്നിട്ടും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും, ദേഷ്യം വരും. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ബാക്കി എല്ലാവരും പെർഫോം ചെയ്യുകയാണ്. അവർ കിട്ടുന്ന അവസരം മുതലാക്കുകയാണ്. ഇഷാൻ കിഷൻ വന്ന് അടിച്ചത് കണ്ടില്ല. അതുപോലെ തന്നെ എത്രയോ പ്ലേയേഴ്സ് കഴിഞ്ഞ ഓസ്ട്രേലിയയായിട്ടുള്ള T20 വന്നിട്ട് നമ്മുടെ ജിതേഷ് ശർമ്മയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ജിതേഷ് ശർമ്മ പോലും ഉപയോഗിച്ചു. സഞ്ജു സാംസൺ അടിച്ചില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ പോരാ, ഇങ്ങനെ അടിച്ചാൽ പോരാ. ഈ ഒരു വേൾഡ് കപ്പ് അടുത്ത് നിൽക്കുന്നു. കറക്റ്റ് ഒരു ചില
ചില ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിലായാലും ശരി, ഏത് ഒരു ടൂർണമെൻറ്റിലായാലും ചെറിയ സെലക്ഷൻ, ഇപ്പോൾ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് സെലക്ഷൻ എന്നിവയിലൊക്കെ ആയാലും ശരി, ചില സമയങ്ങളുണ്ട് അടിക്കേണ്ടത്. സെലക്ടേഴ്സ് നോക്കിയിരിക്കുമ്പം അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകൾ ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ റൺസ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോട്ടീസ് ചെയ്യപ്പെടും, എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ ഇടം നേടും. പക്ഷേ സഞ്ജു സാംസന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് സഞ്ജു സാംസൺ കളിക്കത്തില്ല. അല്ലാതെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ ടീമിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പം ഒക്കെ സഞ്ജു സാംസൺ വളരെ ആവറേജായിട്ടോ അല്ലെങ്കിൽ ബിലോ ആവറേജായിട്ട് പെർഫോം ചെയ്യും. അല്ലാത്തപ്പോൾ ചിലപ്പോൾ നല്ല പ്രതിഭയുടെ ഗ്ലിംസ് കാണിക്കുകയും ചെയ്യും. പ്രതിഭയില്ലെന്നോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നില്ലെന്നോ അല്ല, പക്ഷേ ഇത് പോരാ. ഇനിയുള്ള 3 മാച്ചിൽ സഞ്ജു സാംസൺ റൺ അടിച്ചേ പറ്റൂ. എനിക്കറിയില്ല, ടെൻഷൻ നമുക്കാണ്. റൺ അടിച്ചേ പറ്റൂ, റൺ അടിക്കാൻ സാധിക്കട്ടെ സഞ്ജു സാംസൺ ഇനിയുള്ള മാച്ചിൽ. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് എനിക്ക് വേറൊരു പേടിയുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ പെർഫോം ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ മാച്ചിൽ ഇനി അവസാനം തിലക് വർമ്മ നമ്മളുടെ ഒരു 4ാമത്തെ മാച്ചിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇഷാൻ കിഷൻ ഈ രീതിയിൽ പെർഫോം ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കടുങ്കയായിട്ട് സഞ്ജു സാംസനെ കളിപ്പിക്കാതിരിക്കുമോ തിരുവനന്തപുരത്ത്. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നെഗറ്റീവായിട്ടാണ് മനസ്സിൽ വരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു, വെട്ടിക്കെട്ടായിരുന്നു. ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗ് സമ്മതിച്ചു കൊടുത്തേ വരും. നമ്മൾ സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. പോക്കറ്റ് ഡൈനാമോ ആൻഡ് എല്ലാം കൊണ്ടും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ത്യക്ക് വരുന്നത്. ന്യൂസിലൻഡ് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ന്യൂസിലൻഡ് ഏതെങ്കിലും വിധേന ന്യൂസിലൻഡ് അടുത്ത കളിയിൽ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇന്ത്യ പോലൊരു ടീമിനെ ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്താലേ നമുക്ക് കളി കാണുന്നവർക്കൊരു രസമുള്ളൂ. ചലഞ്ച് ചെയ്യാൻ ന്യൂസിലൻഡിന് സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.